ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടനയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിന് കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായി എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുവദിക്കുന്ന ഇന്ത്യ. ഇത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിലെ വാക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാം, ഈ വാക്കുകൾ ആരുടെയാണ്? ഈ വാക്കുകൾ എന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ ചോദ്യം വരാം. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങളാണ് ഉണ്ടായിരിക്കണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? അതാണ് ഒന്നാമത്തെ പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവയാണ്. ഭരണഘടന സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്വപ്നം. ഈ ഭാഗത്തു നിന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ബഹുജന സമരമാണ് ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി കുറേ മതസൗഹാർദ്ദത്തിലൂന്നിയ പ്രാദേശിക ബോധം ഉയർത്തിക്കൊണ്ട് കുറേ സംഘടനകൾ ഉയർന്നു വന്നു. അതുപോലെ ഉയർന്നു വന്ന പ്രാദേശിക സംഘടനകളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഈ പ്രാദേശിക സംഘടനകൾക്ക് പുറമെ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. അതാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ചോദിക്കും. അതാണ് 1885. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായ ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തിയെടുക്കുക തുടങ്ങിയാണ് ഈ പ്രസ്ഥാനത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ചില പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്ന ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് ഈ നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക. ആ ചിത്രത്തിൽ നൽകിയിരിക്കുന്നതാണ് മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഭരണഘടനയുടെ മുൻഗാമി. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ 1936 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. ഇനി ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഇതിൽ സവിശേഷതകൾ ഇത് പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് സവിശേഷതകൾ എന്നൊക്കെ ചോദ്യം വരാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രധാന സവിശേഷതകളാണ് 6 പ്രവിശ്യകളിലെ ദ്വിമണ്ഡല സഭ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ പ്രധാനപ്പെട്ട സവിശേഷത. ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് എങ്ങനെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകിയത്. ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ഇതിൽ നിന്ന് എല്ലാ പി എസ് സി എക്സാമിനും തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സവിശേഷത എന്തൊക്കെയെന്ന് നോക്കാം.
നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. രണ്ടാമത്തേത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. നിലവിൽ വന്നത് 1950 ജനുവരി 26, ഇന്ത്യൻ റിപ്പബ്ലിക് ആയിട്ട് അപ്പോഴത്തേക്കും. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഇനി അടുത്ത ഭാഗത്ത് ആകെ പഠിക്കാനുള്ളത് ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന വിശദമായി പഠിച്ച ശേഷമാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. അതായത് നമ്മുടെ ഇന്ത്യ എന്നൊരു രാജ്യത്തിന് നിരവധി വൈവിധ്യങ്ങളും ചരിത്ര പാരമ്പര്യവും സംസ്കാരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരവധി സവിശേഷതകളുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഇന്ത്യയുടേത്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകളും ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക കടമകൾ, നിയമവാഴ്ച, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, ഫെഡറലിസം, ഏക പൗരത്വം. ഇത്രയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തന്നിട്ട് ഈ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചു വെക്കണേ.